പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ SFIക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ശക്തമായ ഇടപെടൽ കാരണം. ഇതോടെ സംഭവത്തെപ്പറ്റി അന്വേഷിച്ച കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് മുഖം നോക്കാതെ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് ന്യൂസ് സദേൺ സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു. BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിൻ്റേത് റാഗിങ്ങിനെ തുടർന്നുണ്ടായ കൊലപാതകമാണെന്ന് സൂചന ലഭിച്ചതോടെ പ്രതികൾക്കെതിരെ അവർ ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരായാലും കർശന നടപടി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഓഫീസ് ഇടപെടുകയായിരുന്നു. പ്രതികൾ SFIക്കാരായതിനാൽ പോലീസ് നടപടി വൈകിക്കുന്നു എന്ന ചില മാധ്യമങ്ങളുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം തന്നെയെന്ന് ഇതോടെ വ്യക്തമാകുന്നു. പ്രതികളെ ഉടൻ പിടികൂടാൻ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്ക് മുഖ്യമന്ത്രി ഓഫീസ് അടിയന്തരമായി നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്നാണ് മുഖ്യപ്രതി എന്ന് കരുതുന്ന അഖിൽ പാലക്കാട് വെച്ച് പോലീസ് പിടിയിലായത്. കേസിൽ ആദ്യം പ്രതിയേർത്ത SFI നേതാക്കൾ ഉൾപ്പെടെയുള്ള 11 പേർ ഇപ്പോഴും ഒളിവിലാണ്. 6 പേർ കസ്റ്റഡിയിലായി. ഇവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണ സംഘം തിരച്ചിൽ തുടരുകയാണ്. വയനാട് വൈത്തിരി വെറ്റിനറി കോളേജിൽ നടന്നത് SFIയുടെ പരസ്യ വിചാരണ തന്നെയെന്ന് ഇതേപ്പറ്റി പ്രാഥമിക അന്വേഷണം നടത്തിയ കൽപ്പറ്റ DYSP TN സജീവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിവരം കൈമാറി. കേസിൽ 20ലധികം പ്രതികളുണ്ടെന്നും റിപ്പോർട്ട് നൽകി. IPC 306, 323, 324, 341, 342 വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റിലായവർക്കെതിരെയും പ്രതികൾക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. അന്യായമായി തടഞ്ഞു വയ്ക്കുക, ആത്മഹത്യാ പ്രേരണ, റാഗിംഗ്, സംഘം ചേർന്ന മർദ്ദനം എന്നിവയ്ക്കാണ് ഇപ്പോൾ കേസ്. ഈ ഹോസ്റ്റലിൽ SFIയുടെ പരസ്യ വിചാരണ പതിവാണ്. SFIയുടെ വിദ്യാർത്ഥി കോടതി പരാതികൾ തീർപ്പാക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുമെന്ന് DYSPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെയാണ് കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഓഫീസ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. ഇക്കഴിഞ്ഞ 18-നാണ് സിദ്ധാർത്ഥൻ മരിച്ചതെങ്കിലും നാഷണൽ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി ലഭിച്ചതോടെയാണ് സംഭവം കൊലപാതകമായെന്ന സൂചന ലഭിച്ചത്. അതുവരെ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത്. റാഗിംഗ് നടന്നതായി കോളേജ് വിദ്യാർത്ഥികൾ തന്നെ അധികൃതർക്ക് മൊഴിയും നൽകി. അതേസമയം ബുധനാഴ്ച ഉച്ചയോടെ കേസിൽ പുതുതായി പ്രതിയേർത്ത 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി 18 ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നു എന്നാണ് പരാതി. 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു. 16 രാത്രി ഹോസ്റ്റലിലെ നടുമുറ്റത്ത് വെച്ചും സിദ്ധാർത്ഥിനെ 3 മണിക്കൂറോളം തുടർച്ചയായി മർദ്ദിച്ചെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വയറിന് ചവിട്ടുകയും നെഞ്ചിലിടിക്കുകയും ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രതികൾ വിളിച്ചു വരുത്തിയത്. അറസ്റ്റിലായ രഹാനാണ് വിളിച്ചു വരുത്തിയത്. ഒളിവിൽ കഴിയുന്ന സിൻജോ ജോൺസും അഖിലുമാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് മൊഴി. തുടക്കത്തിൽ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു വിവരം പുറത്തു വന്നത്. ഇൻക്വസ്റ്റ് നടത്തിയ പോലീസും അന്വേഷണവുമായി ആ വഴിക്കാണ് നീങ്ങിയത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യില്ലെന്ന് ആരോപണവുമായി ഇതിന്റെ കുടുംബം രംഗത്ത് വന്നതോടെ വിഷയം കടുത്തു. സിദ്ധാർത്ഥിനെ കൊന്നതാണെന്നും ആത്മഹത്യ ചെയ്യില്ലെന്നും ഉറപ്പിക്കാൻ വിവിധ കാരണങ്ങളാണ് കുടുംബാംഗങ്ങൾ നിരത്തിയത്. അവൻ പഠനത്തിൽ പിന്നോട്ടില്ല, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ഇഷ്ടപ്പെട്ട കോഴ്സിനാലാണ് BVSC പഠിക്കാൻ ചേർന്നത്. സാമ്പത്തികമായി പ്രശ്നങ്ങളൊന്നും അവനില്ലായിരുന്നു. സിദ്ധാർത്ഥിനെ കൊന്നതാണെന്നുള്ള വിവരം പുറത്തു പറഞ്ഞാൽ തീർത്തു കളയുമെന്ന് കോളേജിലെ ചില വിദ്യാർത്ഥികളോട് പ്രതികൾ പറഞ്ഞതായി വിവരം ലഭിച്ചതായി പിതാവ് ജയപ്രകാശ് ആരോപിച്ചിരുന്നു. ജയപ്രകാശ് പറയുന്നത് ഇങ്ങനെ: സിദ്ധാർത്ഥിന്റെ മരണശേഷം തന്നെ വന്ന് കണ്ട 3 കുട്ടികളാണ് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചത്. പ്രണയദിനത്തിൽ ഡാൻസ് ചെയ്തതിനായിരുന്നു തർക്കം. സീനിയർ വിദ്യാർത്ഥികളും ചില കൂട്ടുകാരും ചേർന്നാണ് ഈ ക്രൂരത ചെയ്തത്. 130ലധികം വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് പരസ്യ വിചാരണ ചെയ്താണ് ക്രൂരകൃത്യം നടപ്പാക്കിയത്. ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടായിരുന്നു മർദ്ദനം. നിലത്തിട്ട് ആഞ്ഞു ചവിട്ടി. 4ാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലാണ് മർദ്ദനം. ബെൽറ്റ് കൊണ്ട് ആഞ്ഞടിച്ചു. കോളേജ് അധികൃതരും അറിഞ്ഞെങ്കിലും ഇക്കാര്യം പുറത്തറിയിച്ചില്ല. ഇക്കാര്യം അറിയിച്ചാൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് അധികൃതർ പറഞ്ഞതായി അന്നെത്തിയ കുട്ടികൾ പറഞ്ഞെന്ന് ജയപ്രകാശ് ഓർത്തെടുക്കുന്നു. ക്ലാസ് പ്രതിയായിരുന്ന സമയത്ത് സിദ്ധാർത്ഥ് യൂണിയന്റെ പരിപാടികളിൽ പങ്കെടുത്തു. അതുകൊണ്ടൊന്നും പ്രതികൾ തങ്ങളുടെ പക അവസാനിപ്പിച്ചതുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം വളരെ ശരിയായ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 20 പ്രതികളാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തലുള്ളത്. 20 പേരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന വിവരവും.